നമുക്ക് പെരിയാറിലൊന്ന് കുളിച്ചാലോ? നിങ്ങൾ ട്രീ ഹൗസിൽ കയറിയിട്ടുണ്ടോ? കയറിയിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ പോരെ. നമ്മുടെ ഇന്നത്തെ യാത്ര അതിമനോഹരമായ ടൂറിസ്റ്റ് പ്ലേസായ പാണിയിലിപ്പൂരിലേക്കാണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ടൗണിൽ നിന്നും 23 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പാണിയിലിപ്പൂരിലെത്താം. എൻട്രി ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് പ്രവേശിക്കാൻ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് പാണിയിലിപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ ആനകളും മറ്റു വന്യജീവികളും വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് ഇവിടം. അതുകൊണ്ട് ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. വേനൽക്കാലത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് പാണിയിലിപ്പൂർ. ഇവിടുത്തെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് പെരിയാർ നദിയിലുള്ള കുളിയാണ്. പുഴയിലിറങ്ങി കുളിക്കാനും വെള്ളത്തിൽ കളിക്കാനും താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ ട്രീ ഹൗസുകളൊക്കെ ഉണ്ട്. അവിടെ കയറി ഇരുന്ന് കാഴ്ചകൾ കാണാം. പിന്നെ പാർക്കിലൊക്കെ ഉള്ള പോലത്തെ ബെഞ്ചുകളല്ലേ, പാർക്ക് ബെഞ്ചുകൾ, അതൊക്കെ ഉണ്ട് ഇവിടെ. അതിലൊക്കെ ഇരുന്ന് പെരിയാർ നദിയും കാണാം. ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് നമുക്ക് ഈ കുളിക്കുന്ന രീതിയിലേക്ക്. അതായത് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ആയിട്ട് കുറച്ച് ഏരിയാസ് ഉണ്ട്. അവിടെ മാത്രമാണ് ഇറങ്ങാൻ പാടുള്ളൂ. കാരണം ഇവിടെ ഗാർഡ്സൊക്കെ ഉണ്ട്. അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല കേട്ടോ. നല്ല വെയിലുള്ള സമയത്താണ് കേട്ടോ ഞാനീ നടക്കുന്നത്. എങ്കിലും എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം ആക്ച്വലി ഇതൊരു കാടാണ്. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗമാണിത്. മരങ്ങളുടെയൊക്കെ ഒരു തണുപ്പും പിന്നെ പെരിയാറിൽ നിന്നുള്ള ചെറിയ തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് നല്ല ഫീലാണ് കേട്ടോ. ഈ സമയം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ. മഴക്കാലത്ത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ ഇവിടെ കാണാൻ. കാരണം കുറച്ചുകൂടെ പച്ചപ്പൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആണ്, വേനലല്ലേ. ചെടികളും മരങ്ങളൊക്കെ കരിഞ്ഞൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ പെരിയാറിൽ വെള്ളം കുറവുമാണ്. നല്ല വെള്ളമൊക്കെ ഉള്ളപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഡേഞ്ചറുമാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് അപകട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ ഇവിടെ. ഒരുപാട് ഫോറസ്റ്റ് ഗാർഡ്സും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്, വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ അല്ലെങ്കിൽ കുളിക്കാനൊക്കെ പ്രത്യേക ഏരിയാസ് ഉണ്ട്. അവിടെ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. ഇതാ ഇവിടെ മുതലാണ് കുളിക്കാനൊക്കെയുള്ള ഏരിയകൾ. ഇവിടെ മുതൽ നമുക്ക് വെള്ളത്തിലിറങ്ങാൻ കേട്ടോ. ഇവിടെയൊക്കെ ആളുകൾ കുളിക്കുന്നുണ്ട്. ഒരുപാട് ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ, സ്ത്രീകളൊക്കെ ഉണ്ട് അപ്പുറം ഏരിയയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ക്യാമറ ഒന്നും തിരിക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് ബോയ്സിൻ്റെ ഗ്യാങ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ചെക്കന്മാർ, കോളേജ് പിള്ളേരാണെന്ന് തോന്നുന്നു, അവർ കുളിക്കുന്നുണ്ട്. അപ്പുറം സൈഡിലൊക്കെ ഒരുപാട് ഫാമിലികൾ കുളിക്കുന്നുണ്ട്, വെള്ളത്തിലിറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ആ ഏരിയ ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. നല്ല രസമാണ് കേട്ടോ. കാട്ടരുവി, പെരിയാറാണ് എങ്കിലും നമുക്കൊരു കാട്ടരുവിയിൽ കുളിക്കുന്നൊരു ഫീലാണ് കേട്ടോ. നല്ല രസമാണ്. എൻ്റെ ഈ വ്ളോഗ് എടുക്കാനുള്ള യാത്രകളെല്ലാം കൂടുതൽ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങാനോ അല്ലെങ്കിൽ ഇങ്ങനെ കുളിക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളോട് ഇവിടത്തേക്കൊന്ന് കാണാം. കുറച്ച് നടക്കാം നമുക്ക്. ഇവിടെ ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു, നടക്കേണ്ട ഏരിയയിലൊക്കെ കയറ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആരോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ആരോ മാർക്കുകളുണ്ട്. അതിലൂടെയൊക്കെ വേണം നടക്കാൻ. നമുക്ക് ഇഷ്ടമുള്ളിടത്തൂടെ ഒന്നും നടക്കാൻ പറ്റില്ല. അവിടെ ഗാർഡുകളൊക്കെ ഉണ്ട്. അവർ പറയും ആ ആരോ മാർക്ക് വഴിയൊക്കെ പോയാൽ മതിയെന്ന്. ഇതിൻ്റെ നമുക്ക് കുറച്ച് ദൂരം നടക്കാം കേട്ടോ. ഇവിടെ നിന്നൊരു 300 മീറ്റർ നടക്കാം നമുക്ക്. അത്രയും നടക്കാൻ പെർമിഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റാഫുകളുണ്ട്, ഫോറസ്റ്റിലെ സ്റ്റാഫുകളുണ്ട്. അവർ പറയുന്നതനുസരിച്ച് നമുക്ക് നടന്ന് കാണാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നടക്കാം. വാ.
നമ്മളങ്ങനെ നടന്ന് പാണിയിലി പൂരിൻ്റെ എൻഡ് വരെ എത്തി. ഇവിടെ വരെ വരാനാണ് നമുക്ക് പെർമിഷൻ ഉള്ളത് കേട്ടോ. ഇതിനപ്പുറത്തേക്ക് നമ്മളെ ഫോറസ്റ്റുകാർ കടത്തി വിടില്ല. ഈ റിബൺ കെട്ടി വെച്ചേക്കുന്നുണ്ടോ കമ്പയിൽ, അവിടെ വരെയാണ്. അതാണ് ഡെഡ് എൻഡ്. ആ പ്ലാസ്റ്റിക് കയറിനൊന്നും അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് പെർമിഷൻ ഇല്ല കേട്ടോ. വേനൽക്കാലം വേണ്ടാണ് നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റിയത്. മഴക്കാലമൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ല കേട്ടോ, അതുപോലെ വെള്ളമായിരിക്കും ഇവിടെ. അപ്പം നമുക്കിനി ട്രീ ഹൗസ് കാണാൻ പോകാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രീ ഹൗസ്. നമുക്കിനി പതുക്കെ ഈ ഏണി വഴി മേളിലേക്ക് കയറാം. ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്, പതുക്കെ കയറാൻ ശ്രദ്ധിച്ച്. ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിച്ചിരി കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയാകാൻ തുടങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല പേടിയുണ്ട് കയറുമ്പോൾ. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചുകൊണ്ടാണ് ഈ കയറുന്നത് കേട്ടോ. എൻ്റെ കൂടെ ആരുമില്ല, നിലത്ത് വീണാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഏണിയിൽ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം കയറാനുള്ള പെർമിഷൻ ഉള്ളൂ കേട്ടോ. ഏണി വഴി ഒരാൾ മേലെ കയറി ചെന്നതിന് ശേഷം വേണം അടുത്തയാൾ ഏണി കയറാൻ. നമ്മളങ്ങനെ മേലെ എത്തി. വേറെ ലെവൽ വ്യൂ കേട്ടോ, വേറെ ലെവൽ. അതുപോലെ നല്ല തണുത്ത കാറ്റും. അരമണിക്കൂറിൽ കൂടുതൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഇല്ല കേട്ടോ, അത് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.